എല്ലാത്തിനും വൈഫ് തന്നെ, വൈഫും മക്കളും. എന്താണ് ഉപ്പാക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്? എന്തൊക്കെ ചെയ്യും ഒന്ന് പറഞ്ഞോ. ഞാൻ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും. ആരെങ്കിലും ഇങ്ങനെ പൈസ തന്നിട്ട്. അതെന്താടാ? അതെന്തിനാ കരയണ? എന്തിനാ കരയാതെ പറയ്. അതല്ല, കരയാതെ പറയ്. എന്താ കരണം? എന്താ വിഷയം? എന്താ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടുള്ള ഈ ഒരു അവസ്ഥയിലെത്തിയല്ലോ എന്നുള്ളൊരു ആണല്ലോ. അതൊക്കെ എന്താ ചെയ്യാ? പഠിച്ചോന്റെ ഓരോ പരീക്ഷണം. ഒരു വീടുണ്ടെങ്കിൽ പട്ടിണി കിടന്നു കഴിഞ്ഞാലും ആരും അറിയില്ലല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? ഏത് സ്കൂളിലാ? 5ലേക്ക് ആയിട്ടുള്ളൂ. മംഗള സ്കൂൾ ആണോ? ഇവള് 2ാം ക്ലാസ്സിലേക്ക് കൂയാറുമ്പ് സ്കൂളിൽ. എന്താ ഇനി സ്കൂള് ഇല്ലേ? സ്കൂള് 1-ാം തീയതി പറയണ. 1-ാം തീയതി ആണല്ലേ. അപ്പൊ എനിക്ക് ആരാ സഹായിക്കലൊക്കെ? ആരാ പൈസ? ഉമ്മ തരില്ല? ആരാ പൈസ ഒക്കെ തരല്? തരൂലേ? എനിക്ക് എന്താവാനാ ഇഷ്ടം പഠിച്ചിട്ട്? ഡോക്ടർ ആവാനല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് പറഞ്ഞേ? മംഗള. ഏതാ സ്കൂളിന്റെ പേര് പറയും? പേര് പറയും. മംഗള ഹൈസ്കൂളിലാ? ആണല്ലേ. ഇനി ആർക്കാ? 5-ല്ലേ? ആണല്ലേ. ഇതെല്ലാം പഠിക്കുവോ? പഠിത്തം ഉഷാറാ? ആണല്ലേ. അതുപോലെ മോളെ പേര് പറയും. ആണല്ലേ. സാറല്ലേ, നമുക്ക് നോക്കട്ടാ. ഇപ്പൊ നോക്കൂല നന്നായിട്ട്? തീർച്ചയായിട്ടും. ഓള് നല്ല സപ്പോർട്ടല്ലേ? മക്കളെ കൊണ്ടുപോകാനും വരാനും പോകാനൊക്കെ അവൻ തന്നെ ഉള്ളൂ. ആണല്ലേ. ഓന ഉഷാറ്. പിന്നെ മോളെ ഞാൻ ഒറ്റക്ക് കൊണ്ടുപോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതായാലും കാണിന് കാഴ്ചയല്ലേ. ഇവിടെ എന്റെ കയ്യിൽ നിന്ന് ആരും തട്ടിപ്പറിച്ച് പോയാൽ എനിക്ക് പിന്നെ ഞാൻ ഇവിടെയും തിരഞ്ഞെടുക്കണ്ടേ. 2 മക്കളാണ്. എന്റെ 2 ഭാഗത്തും 2 സൈഡിലും 2 സഹായങ്ങളായി. അപ്പൊ അവരില്ലാതെ ഇനി ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് ഒരു ജോലിക്ക് പോകാനുള്ള ഒരു ഇതുമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു നോക്കി. ഈ 2000, 3000, 4000 റുപ്യ ശമ്പളം കിട്ടിയാലും 4000 റുപ്യ വാടക കൊടുക്കണം. പിന്നെ ചെലവും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാലൊക്കെ ബുദ്ധിമുട്ടല്ലേ. പട്ടിണിയായ ദിവസങ്ങൾ തന്നെ അധികം ഉണ്ടായിരുന്നത് നോമ്പ് കഴിഞ്ഞതിന്റെ ശേഷം. ആണോ? ആളുകൾക്ക് അറിയില്ലേ? അറിയുന്നവരൊക്കെ ഒരു വട്ടക്കല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥിരം വരുമാനല്ലേ. അപ്പോൾ ഇത് ഇന്നലെ അപ്രതീക്ഷിതമാണ് ഈ വീഡിയോ വന്നത്. ഇവിടെ വരുന്ന അപ്രതീക്ഷിതം. നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ ചെയ്യുമ്പോഴാണ് ഇവൻ്റെ കരച്ചിൽ. ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് ചേർക്കത്തില്ല. അൻവറും പറഞ്ഞു ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് പറഞ്ഞു. ഷാവിനോട് പറഞ്ഞപ്പോൾ ഷാവിനും ഭയങ്കര ഫീൽ ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് കൊണ്ടുപോയത് ഇവനിങ്ങനെ കരഞ്ഞപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ആ വീഡിയോക്ക് ശേഷം പിന്നെ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സാധനമായിട്ട് നമ്മളെന്തേ ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് സംഭവം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന കുറച്ച് മിഠായികളും കുറച്ച് ആവശ്യ സാധനങ്ങളും പിന്നെ യൂണിഫോം എടുത്തിട്ട് ചില കുട്ടിക്ക് കൊടുന്നു കൊടുത്തു. അപ്പൊ ഇപ്പനുള്ള യൂണിഫോം ഞാൻ എൻ്റെ വകയായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ കേട്ടാ. അപ്പൊ അത് യൂണിഫോമുള്ള പൈസ തരും. യൂണിഫോം എടുത്തോളോ? ഓക്കെ. അപ്പൊ ഇതാണ് അവസ്ഥ. സഹായിച്ചു. മക്കള് അതിയായിട്ട് ആഗ്രഹിച്ചിരുന്ന മുട്ടായിയാണ്. അത് പോട്ടെ, ഞാൻ മിഠായിന്റെ ഇത് പറയുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. അവരോട് സംസാരിച്ചപ്പോ മിഠായി ഒരു മിഠായിക്ക് മേടിച്ചു കൊടുക്കാറില്ല. സാരില്ല, ഏതായാലും നോക്കാം. ഇതൊക്കെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ആ വീഡിയോ തന്നെ പോകാല്ലേ. അതിന്റെ ബാക്കി കാണാൻ പോകുന്നത് ഇതിവിടെയാണ്. ഒരു വാടക വീട്ടില് മങ്കട പഞ്ചായത്തിലെ ഒറ്റ മുറിയാണുള്ളത് അല്ലേ? ഇതിന്റെ വാടക എത്ര? അല്ലെങ്കിൽ ഞാൻ ചോദിക്കണത്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ചികിത്സക്ക്, കണ്ണിന്റെ ചികിത്സക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അതിന് സാധ്യത എന്താ? എവിടെ സാധ്യത ഉള്ളത് ഇനി ട്രീറ്റ്മെന്റ്? അപ്പൊ ആരെയും വരാൻ സാധ്യത കോയമ്പത്തൂർ ഒന്ന് പോയി നോക്കണമെന്നുണ്ട്. അപ്പൊ അതിന് അരവിന്ദര അവിടെയൊക്കെ കുറെ ചികിത്സ ചെയ്തതാണ്. പിന്നെ നമ്മളൊരു പരിചയക്കാരൻ പറഞ്ഞ പുട്ടപ്പുറത്തിയോ പക്ഷെ അവിടെയൊക്കെ പോകണമെങ്കിൽ ആള് വേണം. കാരണം ഇവരെ 2 പേരെയും കൊണ്ട് ഞങ്ങൾക്ക് വളരെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിനിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതാണ്. കാരണം ഞാൻ ഈ വൈഫിനെ 2 കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ കാരണം എനിക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളും തൊട്ട് കുട്ടികളെ കയ്യെ പിടിക്കും. മോശമായിട്ടോ? മോശമായിട്ടല്ല, എന്തിനാ പിടിക്കുന്നത് എനിക്ക് കാണില്ലല്ലോ. പേടിയാണ്. അതുകൊണ്ട് ഞാൻ തൃക്കലങ്കോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ പന്തരാല പറഞ്ഞ സ്ഥലത്താണ്. വീഡിയോ മിസ് ചെയ്യരുത്. ഇത് പേരൊന്ന് പറഞ്ഞു. നിസാറ്. പിന്നെ വൈഫുണ്ട്, 2 മക്കളുണ്ട്. ഇദ്ദേഹത്തിന് വയസ്സ് എത്രയാണ്? 44 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ
പിന്നെ 2 കണ്ണിനും ഇപ്പോൾ കാഴ്ചയില്ല അല്ലേ? 2 കണ്ണിനും കാഴ്ചയില്ല. ഈ നാട്ടിലെ ഈ വാർഡിലെ പിന്നെ തൊട്ട അയൽവാസികളും ഈ പള്ളിൻ്റെ കമ്മിറ്റിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പറ്റുന്ന ആളുകൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണ്ട ഹെൽപ്പ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. അതിനിടയിൽ ജോലി ചെയ്തിരുന്നത് സെക്യൂരിറ്റി പണി എവിടെ എടുത്തിരുന്നത്? മങ്കട എന്തിലാണ്? KP മാളിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്നു. പിന്നെ ഏതോ ഒരു ചിക്കൻ കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ പ്രയാസത്തിലാണ്. ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എന്തോ മദ്രസ പോകാൻ വരെ എന്തൊക്കെ പ്രയാസം എന്ന് പറഞ്ഞു. അങ്ങനത്തെ വാങ്ങിക്കൊടുക്കാനും പുസ്തകം വാങ്ങിക്കൊടുക്കാനും നോട്ട് ബുക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടാണ്. വാടക 3 മാസമായിട്ട് ഇപ്പോൾ പെൻഡിങ് ആണ്. 15 വർഷമായിട്ടാണ് വാടക താമസിക്കുന്നത്. മങ്കട ഏലച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നത്. ഇപ്പം 3 മാസമായിട്ട് ഇപ്പോൾ വാടക പെൻഡിങ്ങിലാണ്. പിന്നെ കുട്ടികളെ മദ്രസ പറഞ്ഞേക്കാനും പുസ്തകത്തിനും നോട്ട് ബുക്കിനും ഡ്രസ്സിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിപ്പം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നോമ്പ് കഴിഞ്ഞതിന് ശേഷം മദ്രസയിലേ പോയിട്ടില്ല. അങ്ങനെ കറക്റ്റ് തന്നെയാണ്. ഇല്ല, രണ്ടാളും പോയിട്ടില്ല. അതെന്താ പോത്ത്? പൈസ ഇല്ലാത്തോണ്ടല്ല. നിങ്ങൾ പറയും. യൂണിഫോം വാങ്ങിക്കാൻ ഇതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും പിന്നെ നിത്യ ചെലവിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ്. ജോലിയില്ല, നിത്യ വരുമാനം ഇല്ല. ഇപ്പൊ എങ്ങനെ ജീവിക്കണം? അപ്പോൾ ജീവിതം ആരെങ്കിലൊക്കെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിഞ്ഞു പോവാം. അപ്പൊ നിങ്ങളുടെ ജന്മസ്ഥലം ശരിക്ക്? എൻ്റെ ജന്മസ്ഥലം കോഴിക്കോട്. ഇവിടെ എങ്ങനെ എത്തിയത്? ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ വൈഫ്. നിങ്ങളെ വീട് എവിടെ? നിങ്ങളെ പേര് പറയും. വീട് എവിടെയാണ്? ഈ സ്ഥലം ഇപ്പൊ എങ്ങനെ കിട്ടിയത്? നിങ്ങൾ മേടിച്ചതാണ്? ഇപ്പൊ സ്ഥലം മേടിച്ചു വീടിന്റെ ആവശ്യാർത്ഥാണ്. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ, നിങ്ങൾ കേൾക്കണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഈ ആവശ്യാർത്ഥം വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി വീട്ടിലേക്ക് ഒരുപാട് പേര് വരും. എങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്യാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ സംശയം ഉണ്ടാവും, ഞങ്ങളെടുത്ത് വന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് സാധിക്കണില്ല, എത്തണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെമ്പർ വരണ്ടാ? മെമ്പർ വരട്ടെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ സംസാരം തുടരാം. അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. ഈ വിഷയം വരാൻ കാരണം പിന്നെ ഇദ്ദേഹത്തിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറേ ദിവസം എനിക്ക് മെസ്സേജ് ഇങ്ങനെ ഇടും. ഡെയിലി 3-4 പ്രാവശ്യം മെസ്സേജ് ഇടുന്നതാണ്. പിന്നെ അങ്ങനെ പ്രയാസം പറഞ്ഞപ്പോൾ വന്ന് പറഞ്ഞാണ് പറ്റുന്നവർ സഹായിക്കും. വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ എന്ത് ഫണ്ടാണ് നമ്മൾ സ്ഥിരം ലൈഫ് പദ്ധതി പ്രകാരമുള്ള ഫണ്ടിൽ ഈ അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി 2 ലക്ഷം റുപ്യ കടമാണ് കോൺട്രാക്ടർക്ക് കൊടുക്കാൻ. 2 ലക്ഷം ബാക്കിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പണികൾ ഇന്നിപ്പം ജോലിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല, ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നിത്യജീവിതത്തിനും ബുദ്ധിമുട്ടാണ്. മക്കളെ പഠിത്തം, വാടക ഒക്കെ പാടെ ബുദ്ധിമുട്ടാണ്. വേറെ ഒരു വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല. മെമ്പർ പേര് എന്താ? മെമ്പറെ പേരെന്താ പറഞ്ഞേ? ജലാല്. ഈ വാർഡിൻ്റെ അല്ലേ? നിൽക്കി. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രയാസത്തിൽ വന്നതാണ്. പിന്നെ അപ്പോൾ എന്നെങ്ങനെ നിരന്തരം വിളിക്കും. നമുക്കും തന്നെ കേൾക്കുമ്പോൾ സങ്കടമാണ്. കാരണം ഒരു ചെറുപ്രായക്കാരന് പെട്ടെന്ന് കാഴ്ച പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, ആരോഗ്യമാണ്. അപ്പോൾ ചികിത്സ അല്ലേ അതിനെ പറ്റുന്ന പ്രശ്നം? ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1.5 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇപ്പോൾ വലത്തേ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ചെലവ് ചെയ്തു. ഒരുപാട് ഇഞ്ചക്ഷനും ലേസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതൊന്നും ക്ലിയർ ഇല്ല. മറ്റേ മാസത്തിൽ 3 ഇഞ്ചക്ഷൻ വേണം. ഒരു ഇഞ്ചക്ഷന് 5000 റുപ്യായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കോയമ്പത്തൂരിൽ നിന്ന് ചെയ്തു, ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ ചെയ്തു, എല്ലായിടത്തും ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഞാനൊരു 1.5 വർഷം മുമ്പ് മറ്റേ കോഴിക്കോട് കോൺട്രക്ഷനിൽ നിന്ന് ഇതിലൊരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് ഈ കണ്ണിൻ്റെ കാഴ്ച തീർത്ത് ഇല്ലാതായത്. അപ്പോൾ ഇതിപ്പോൾ 5-6 മാസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ്, ഫുള്ള് ബ്ലൈൻഡ് ആണ്. ഒന്നും കാണുന്നില്ല. നിങ്ങൾ എവിടെ തന്നെ നിൽക്കണമെന്ന് ഒരു വരിയിൽ ആരാ വന്നതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലൈൻഡ് ആണ്. പിന്നെ ഇതിനിപ്പോൾ ഇത് കണ്ടില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്കാണ് കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ പണി തീർത്ത് കുട്ടികളെ ഒന്ന് നല്ല നിലക്ക് എത്തിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നിത്യജീവിതത്തിന് എന്തെങ്കിലും ഒരു ഇതും ചെയ്യണം. കഴിയുന്നത് എല്ലാവരും പറ്റുന്നവർ സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒന്ന് സഹായിക്കല്ലേ, എങ്ങനെയാണെങ്കിലും സഹായിക്കുക. ഇവരെ പഠനം തുടരണം, നിർബന്ധമാണ്. ആ സംഗതി ഞാൻ നമ്പർ കൊടുക്കുക. ഇപ്പം എന്താ മെമ്പർ പറയാനുള്ളത്? ഈ വാർഡിന്റെ മെമ്പർ ഇവരെ വാർഡിൽ ഞാൻ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഞാനൊരു 1.5 വർഷം 2 വർഷമായിട്ടുള്ളൂ ഇയാളെ അറിയുന്നത്. അതാണ് സത്യം. തൊട്ടടുത്ത വാർഡിലായിരുന്നു ഇയാളെ ഭാര്യ വീട്. ഇയാള് കുറച്ച് പിന്നെ മങ്കട ഭാഗത്താണ് വീട്. അവിടെയാണ് കുറെ പിന്നെ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇയാൾക്കൊരു പിന്നെ 2020 ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് പാസ്സായി. പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഇതിലാണ് തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പാസ്സായി. അതിൽ 2.5 ലക്ഷം രൂപയാണ് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ. പിന്നെ പണി പൂർത്തീകരിച്ച് പിന്നെ പഞ്ചായത്തിൽ ഗവൺമെൻറ്റിൻ്റെ ലോണ് വകയിലുള്ള കുറച്ച് പൈസ കിട്ടാണ്ട് പഞ്ചായത്തിൽ അത് എത്തിക്കഴിഞ്ഞാൽ
പണി പൂർത്തീകരിക്കുന്ന മുറക്ക് ബാലൻസ് പൈസയോടെ കിട്ടും. നമുക്കറിയാലോ എത്ര കിട്ടാ ടോട്ടല്? മൊത്തം 4 ലക്ഷം രൂപയാണ്. ഏതായാലും പരിഹാരം കിട്ടൂല. ഇത് 700 സ്ക്വയർ ഫീറ്റിനടുത്ത് വീടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു ചുരുങ്ങിയത് ഇരട്ടിയായാലും തീരൂല. ഇദ്ദേഹത്തിന് ജീവിക്കാൻ തന്നെ മാർഗ്ഗമില്ല. ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട്. പിന്നെ ചെറിയ കുട്ടികളാണ്, ജീവിതമാർഗം തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വീട് നിർമ്മിക്കാനും കൂടി ആവുമ്പം അതിന് പറ്റാവുന്ന ആളുകൾ സഹായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കേ. എൻ്റെ പേര് അഹമ്മദ്. എന്താ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഈ പള്ളി കമ്മിറ്റി? ആണ്. നിങ്ങളുടെ പേര്? അബ്ദുൽ മജീദ്. മജീദ്. എന്താണ് പറഞ്ഞു കൊടുക്കേ? ഞാൻ ഇവിടെ ഏത് മഹലിലാണ്? തിരുക്കലങ്കോട് ആയിക്കോൺചാല് മഹലിന്റെ ഭാരവാഹിയാണ്. നിങ്ങളുടെ പേര് പറയും? അബ്ദുള്ള. അബ്ദുള്ള സെക്രട്ടറിയാണ്. സെക്രട്ടറിയാണ്. ഓക്കെ. എന്താ പറയാനുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കേ. പറയാനുള്ളത് ആർക്കാണെങ്കിലും ഇയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് സഹായിച്ചു കൊടുക്കണം എന്നില്ലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അല്ലേ? ഇയാളെ പാവം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വലിയ അത്ഭുതമാണ്. ഈ പാവം കണ്ടിട്ട് തന്നെ എങ്ങനെ എത്ര ഇട്ടാർ എന്നെ വിളിക്കല്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് എത്തണില്ല ഇപ്പം പലയിടത്തേക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്, വരുന്നവരൊക്കെ പ്രയാസത്തിലാണ്. അപ്പൊ ഏതാ ബാങ്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുക, നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മങ്കടയാണ്. മങ്കട. അക്കൗണ്ട് നമ്പറും ആരെ പേരിലാണ് പറഞ്ഞു കൊടുക്കുക? വൈഫിന്റെ പേരിലാണ്. പേരെന്താണ്? നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട്? അക്കൗണ്ട് ഉണ്ട്. ഏതാ നമ്മൾ കൊടുക്കണത് പറഞ്ഞു കൊടുക്കുക? വൈഫിൻ്റെതാ കൊടുക്കണത്. അതെന്തുകൊണ്ടാ? കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. എടുക്കാനും പോകാനും വീടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചെറിയ മകന്റെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നതൊക്കെ. എന്താ പറഞ്ഞ്? വൈഫിന്റെ അക്കൗണ്ട് നമ്പറാണ്. ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ? ഗൂഗിൾ പേ നമ്പർ 99 47 99 98 29 ഗൂഗിൾ പേ. അതിൽ റസിയാന്റെ പേരിലാണ് വരുന്നത്. എന്റെ പേരിലാണ് വരുന്നത്. നിങ്ങളെ പേരെ കാണിക്കാം. പേര് കാണിക്കുന്നത് നിസാർ കെ വി എന്നാ കാണിക്കുക. വൈഫിന്റെ അക്കൗണ്ട് നമ്പറാണത്. ഏതായാലും വേണ്ട ആളുകൾ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാത്തിനും വൈഫ് തന്നെ, വൈഫും മക്കളും. എന്താണ് അപ്പാക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്? എന്തൊക്കെ ചെയ്യും ഒന്ന് പറഞ്ഞോ. ഞാൻ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും. ആരെങ്കിലും ഇങ്ങനെ പൈസ തന്നിട്ട്. അതെന്താടാ? അതെന്തിനാ കരയണ? എന്തിനാ കരയാതെ പറയും? അതല്ല, കരയാതെ പറയും. എന്താ കരണം? എന്താ വിഷയം? എന്താ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടുള്ള ഈ ഒരു അവസ്ഥയിലെത്തിയല്ലോ എന്നുള്ളൊരു ആണല്ലോ. അതൊക്കെ എന്താ ചെയ്യാ? പഠിച്ചോണ്ട് ഓരോ പരീക്ഷണം. ഒരു വീടുണ്ടെങ്കിൽ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? ഏത് സ്കൂളിലാ? 5ലേക്ക് ആയിട്ടുള്ളൂ. മംഗള സ്കൂൾ ആണോ? ഇവിടെ 2ാം ക്ലാസ്സിലേക്ക് കുയാറുമ്പ് സ്കൂളിൽ. എന്താ ഇനി സ്കൂള് ഇല്ലേ? സ്കൂള് പറയണ 1-ാം തീയതി ആണല്ലേ. അപ്പൊ എനിക്ക് ആരാ സഹായിക്കലൊക്കെ? ആരാ പൈസ? ഉമ്മ തരില്ല? ആരാ പൈസ ഒക്കെ തരല്? തരൂലേ? എനിക്ക് എന്താവാനാ ഇഷ്ടം പഠിച്ചിട്ട്? ഡോക്ടർ ആവാനല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് പറഞ്ഞേ? മങ്കട. ഏതാ സ്കൂളിന്റെ പേര് പറയും? പേര് പറയും. മങ്കട ഹൈസ്കൂളിലാ? ആണല്ലേ. ഇനി ആർക്കാ? 5-ക്കല്ലേ? ഉഷാറാ? ആണല്ലേ. മോളെ പേര് പറയും? ആണല്ലേ. സാറല്ലേ, നമുക്ക് നോക്കട്ടാ. ഇപ്പനെ നോക്കൂല നന്നായിട്ട്? തീർച്ചയായിട്ടും. ഓല് നല്ല സപ്പോർട്ടല്ലേ? മക്കളെ കൊണ്ടുപോകാനും വരാനും പോകാനൊക്കെ അവൻ തന്നെ ഉള്ളൂ. ആണല്ലേ. ഓന ഉഷാറ്. പിന്നെ മോളെ ഞാൻ ഒറ്റക്ക് കൊണ്ടുപോയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതായാലും കണ്ണിന് കാഴ്ചയല്ലേ. ഇവിടെ എന്റെ കയ്യിൽ നിന്നാരും തട്ടിപ്പറിച്ച് പോയാൽ എനിക്ക് പിന്നെ ഞാൻ ഇവിടെയും തിരഞ്ഞെടുക്കണ്ടേ. 2 മക്കളാണ്. എന്റെ 2 ഭാഗത്തും 2 സൈഡിലും 2 സഹായങ്ങളായി. അപ്പൊ അവരില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് ഒരു ജോലിക്ക് പോകാനുള്ള ഒരു ഇതുമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു നോക്കി. 2000 3000 4000 രൂപ ശമ്പളം കിട്ടിയാലും 4000 രൂപ വാടക കൊടുക്കണം. പിന്നെ ചെലവും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാലൊക്കെ ബുദ്ധിമുട്ടല്ലേ. പട്ടിണിയായ ദിവസങ്ങൾ തന്നെ അധികം ഉണ്ടായിരുന്നത് നോമ്പ് കഴിഞ്ഞതിന്റെ ശേഷം. ആണോ? ആളുകൾക്ക് അറിയില്ലേ? അറിയുന്നവരൊക്കെ ഒരു വട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥിരം വരുമാനം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ. എന്തിനാ കരണത്? ഒക്കെ ശരിയാവൂലേ? ഇജ് പഠിക്കണം കേട്ടോ. എന്നിട്ട് പഠിച്ചിട്ട് ഒക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ.